ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സെഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ പഴയത് നമ്മൾ പഴയത് എഴുതിയിട്ട് ഇന്നത് പണ്ടത്തെ ബോർഡ്. അപ്പോൾ അതിൻ്റെ സ്പേസിൽ കുറച്ച് സ്പേസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെഷൻ. അപ്പോൾ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മുമ്പെടുത്ത പോലെ യാതൊരു ഒരു ഉഷാറില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാന്നുള്ളൊരു രീതി. രണ്ടാമത് കിട്ടാൽ പോരെ യൂട്യൂബിൽ. അതിന് മുമ്പ് എൻ്റെ മൊബൈലിൽ കയറി കളിച്ചു തുടങ്ങി ഓരോരുത്തർ. അവളങ്ങോട്ട് പിണങ്ങാൻ തോന്നുന്നുണ്ട് എൻ്റെ മൊബൈൽ ഇത് ഫസ്റ്റ് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ. ക്രൂരമായ മനസ്സിലുടമായ കുറേ സ്ത്രീകൾ, അത്രേ പറയുള്ളൂ. കഷ്ടം. ഇത് എഴുതിയത് നമ്മളപ്പോൾ സഖാക്കളെ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കണം ക്യൂബയെ കുറിച്ച് സംസാരിക്കാനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. ക്യൂബ നമ്മുടെ മാനവികത വെച്ച് നോക്കുമ്പോൾ ചെഗുവേര, ഞാനിപ്പോൾ മോട്ടോർ സൈക്കിൾ ഡയറീസ് കണ്ടെങ്കിലും അത് വിപ്ലവമായിരുന്നു. എനിക്കൊരു പിടുത്തം കിട്ടില്ല, ഓർമ്മ കിട്ടില്ലേ. കുറേ 10-15 കൊല്ലം മുമ്പ് കണ്ട സിനിമയാണ്. ഇതിനടുത്ത് ഞാൻ ലേഖനങ്ങളൊന്നും വായിച്ചില്ല. എനിക്ക് തോന്നുന്ന ആൾ മെഡിക്കൽ വിപ്ലവമാണ് എനിക്കുണ്ടായിരിക്കുക. സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്ന മെഡിക്കൽ മേഖലകളിൽ അതിൻ്റെ വെരി ഫസ്റ്റ് തൊട്ട് നല്ല ധർമ്മത്തിലായിരുന്ന ഒരു രാഷ്ട്രമായിരുന്നിരിക്കാം ക്യൂബ. എനിക്ക് വലിയ പിടുത്തില്ല, അറിയാത്ത ഒരു 25% ഒക്കെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ തോന്നലോടുകൂടി സംസാരിക്കണം. ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. അപ്പം അതായിരിക്കാം ഈ ചെഗുവേരുണ്ടാക്കിയ വിപ്ലവം. അവിടെ എനിക്ക് സിനിമ ഒന്നുകൂടി കണ്ടാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ സഖാക്കള് തൽക്കാലം ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ചെഗുവേര സിനിമകൾ മാത്രമായിട്ടൊന്ന് പ്രദർശിപ്പിക്കുമെന്ന് കാണുക. നമുക്കൊന്ന് കൂട്ടിമുട്ടാം. നമുക്കൊരു പുതിയൊരു യുവത്വം ഉണ്ടാവണം അവിടെ ശരിക്കും. അപ്പം അത് സംസാരിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു ആവറേജ് ആൾക്കാർക്ക് അല്ല എല്ലാവർക്കും കേൾക്കാം. എന്തെങ്കിലും എൻ്റെ ബേസ് അല്ല, ആവറേജ് ആയിരിക്കും. ചിലപ്പോൾ ബിലോ ആവറേജ് ആയിരിക്കാം, ചിലപ്പോൾ ഒട്ടും ഇതായിരിക്കില്ല. അപ്പം ക്യൂബ അങ്ങനെ ആയിരിക്കും. ക്യൂബയെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം ക്യൂബ കുറച്ച് നാളായിട്ട് സാമ്പത്തിക ഉപരോധത്തിലാണ് അമേരിക്കയുടെ. പിന്നെ കോക്രോച്ച് പാർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞാലേ നിങ്ങൾ ബേസായിട്ട് ഇപ്പോൾ BJP സർക്കാർ വിമർശിച്ചല്ലോ കോക്രോച്ച് പാർട്ടി. അപ്പോൾ ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ JNU നിലവാരമല്ല. 5-10 കൊല്ലം മുമ്പ് കണ്ട പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു യൂത്ത് മൂവ്മെൻറ്റോ അല്ല, വനിതാ മതിലോ കാര്യങ്ങളൊന്നുമല്ല കോക്രോച്ച് നമ്മുടെ JNU അല്ല, കേരളത്തിലെ SFI അല്ല ഈ കോക്രോച്ച്. അതിനിടയിൽപ്പെട്ട ഏതോ ആത്മാത്മീയ നിലവാരമല്ല ഈ കോക്രോച്ച്. അപ്പം ഈ കോക്രോച്ചുകൾ എങ്ങനെയുള്ളൊരു യുവത്വമാണ് ഭാരതത്തിലെ എവിടുത്തെ. അപ്പം ആ യുവത്വത്തെ അടിച്ചമർത്തരുത്. അപ്പം കോക്രോച്ചുകാർ ആ ഒരു ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ ചെറിയ പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങളിങ്ങനെ ചെറുപ്പത്തിലിങ്ങനെ കളിയാക്കി വിടരുത്. അവരോടൊക്കെ ചില മൂവ്മെൻറ്റുകളൊക്കെ വേണം, നല്ല സംസ്കാരം വരുള്ളൂ. ഈ കോക്രോച്ചുകൾ 28 സ്റ്റേറ്റുകളിലൂടെ ഹൈജീനിക്കായിട്ട് കോക്രോച്ചുകൾ ഇങ്ങനെ നീങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 സ്റ്റേറ്റുകളും പോയിട്ട് മുഖ്യമന്ത്രിമാരോട് ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കും. അത് വീഡിയോ ആക്കിയിട്ടിട്. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം എന്ത്. അപ്പോൾ ആൾക്ക് പലതും ഉത്തരം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. നിങ്ങൾ അതൊന്നും ചിന്തിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ നടൻ വിജയുടെ പോലത്തെ ടീമുകൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നിങ്ങളതിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. പിന്നെ ഇന്ധനം വേഴ്സസ് വിദേശ നാണ്യം, ഡോളർ വേഴ്സസ് മലേഷ്യൻ ഡോളർ. ഇപ്പം ഈ മലേഷ്യൻ ഡോളറിൽ പോയിട്ട് മോദി വ്യാപാരം നടത്തിയത് ചില പോയിന്റ് ചിന്തിക്കുമ്പോൾ അത് നല്ലതല്ലേ, ഒരു വെല്ലുവിളി അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിമർശിച്ചതിനെ. പക്ഷേ എൻ്റെ വിവരം മാത്രമല്ലല്ലോ ശരി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ചില സമയത്ത് ഇന്ധനം വേഴ്സസ് വിദേശ നാണ്യം അത് നമുക്ക് സംസാരിക്കാം. ഓട്ടോമേഷൻ, 4th ലോക സിദ്ധാന്തം, അതായത് 4ാം ലോക സിദ്ധാന്തമാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. IT മേഖലയിലെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു
സാമ്പത്തികത്തിന്റെ എന്തോ ഒരു വലിയ മേഖലയെ ഒരു വട്ടത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ പേരാണ് ഈ ഓട്ടോമേഷൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റത്ത് ഒരു ഒരു ചെറിയ കുറച്ച് കാലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഐ ടിക്കാരെന്ന് തോന്നുന്നു എനിക്ക്, ഐ ടി മേഖല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് അല്ല, സെഷൻ. അപ്പോൾ ഒന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം ക്യൂബയിൽ നിന്ന് പറയാം. ക്യൂബ ക്യൂബ അമേരിക്ക സാമ്പത്തികമായിട്ടുള്ള ഇതില് അമേരിക്ക എന്തിനോ പേടിക്കുന്നുണ്ട് ക്യൂബനെ. അമേരിക്ക അല്ല, അമേരിക്കയുടെ കീഴിലുള്ള കമ്പനികൾ. അപ്പൊ അതിന്റെ ചില കാരണങ്ങളെ ലേഖനം ഞാൻ വായിച്ചു. അതിന്റെ കുറച്ച് ബേസിക്സ് ഞാൻ ഒരു ചുരുക്കിയിട്ട് ഞാൻ സംസാരിക്കാം. നന്ദി അങ്ങനെ ലേഖനം തന്നതിന്. ഒന്നാം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഹെംസ് ബർട്ടൺ ആക്ടിലെ ടൈറ്റിൽ 3 ആദ്യമായിട്ട് നടപ്പിലാക്കി. ഇത്രയൊക്കെയാണ് ലേഖനം കിട്ടിയുള്ളൂ. ഇത് നടപ്പിലാക്കിയപ്പോ ക്യൂബയിലൊരു സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാർ ഏത് നിലവാരമാണെന്ന് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റണില്ല. നമ്മളിപ്പോഴത്തെ UDF ഗവൺമെന്റ് പോലത്തെ അവസ്ഥയാണിത്. ഇപ്പോൾ മദ്യത്തിന്റെ കേസ് പറയാൻ നമ്മൾ ജയിപ്പിച്ചെടുത്ത ആൾക്കാർ MLA-മാരൊന്നും പോരാ, അത് UDF-ന്റെ യോഗം വേണം. ഈ കാർന്നന്മാരുടെ അവരുടെ യോഗം, ഈ അവരുടെ ഒരു മുതലാളിത്ത യോഗം വേണം. അവിടെ പോയി തീരുമാനം എടുത്താലാണ് ഇങ്ങോട്ട് നമ്മൾ ജയിപ്പിച്ച ആൾക്കാർക്ക് വലിയില്ല. ശരിക്കും പറഞ്ഞിപ്പോ നമ്മള് നാളെ തെരഞ്ഞെടുപ്പാണെങ്കിൽ തലേദിവസം മീഡിയക്കാർ ചെയ്യണ പോലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ MLA-മാരെ വിളിച്ചിട്ട് ജനങ്ങള് ചോദിപ്പിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സെഷൻ വയ്ക്കണം. അത് ചൂടാവാൻ തല്ലുകൂടാനല്ല, ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടിക്കാരൊക്കെ. അല്ല ഉറങ്ങി കിടക്കേണ്ട സമയമല്ല നമ്മള്. അപ്പോ ഈ സാമ്പത്തികം നടപ്പിലാക്കിയപ്പോ ആ ഗവൺമെന്റ് നമ്മൾ അറിയില്ലെന്ന്. അതായത് അവര് നടപ്പിലാക്കി പെട്ടെന്ന് ക്യൂബ എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റാണ്, ചെഗുവേരയാണ് എന്നൊക്കെ പറയുന്നതിനെയും ഈ ആക്ട്, ഈ ഒന്നാം ട്രംപ് മറ്റേ ഹെംസ് ബർട്ടൺ ആക്ടിലെ ടൈറ്റിൽ 3 നടപ്പിലാക്കിയപ്പോ അതായത് ഒരു നാടകീയമായിട്ട് നടപ്പിലാക്കി. നമ്മളെ പെട്ടെന്ന് ഈ നിയമസഭയിൽ തല്ലുകൂടിയ പോലെ പെട്ടെന്ന് നടപ്പിലാക്കി. ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചത്. അപ്പൊ ഈ ക്യൂബയായിട്ട് വ്യാപാരം നടത്തില്ലെന്ന് അമേരിക്കക്ക് ഉറപ്പ് കൊടുത്തു കുറെ കമ്പനികൾ. ഇതാണ് അതിന്റെ ഒരു പ്രത്യാഘാതം. അപ്പൊ ഈ ഡോളർ മുകളിൽ നിൽക്കണു. ചില സാധനം ഉണ്ടാക്കാൻ അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണു. ഈ അമേരിക്ക മാത്രമാണ് നിർമ്മിക്കില്ല, അമേരിക്ക എത്തിച്ചേരാണ്. ജസ്റ്റ് വെയർ ഹൗസ് പോലത്തെ ഒരു വലിയ ബിസിനസ് ലോകമുണ്ട് അമേരിക്കക്ക്. ഈ രണ്ടാം തരം ഈ കള്ളക്കടത്ത്, അതിന്റെ ഈ പ്രൈമറി ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വഴി ഫസ്റ്റ് സാധനം അടിച്ചെടുത്തത് അവരുടെ രാജ്യത്തിന് മുമ്പ് പരിപാടിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രംപ് അത് പണ്ടോട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ. അപ്പോ അതാണ് സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു കാര്യം. പിന്നെ വിദേശ നാണ്യം ഇല്ലാതെ ക്യൂബയ്ക്ക് ഇന്ധനം വാങ്ങാൻ പറ്റണില്ല, അവര് ഭയങ്കര കഴിവുള്ള ആൾക്കാരായിട്ട്. അപ്പൊ ഈ വിദേശ നാണ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിദേശ നാണ്യം ഉണ്ട്, പക്ഷെ സ്വർണത്തിനും വേണ്ടിയിട്ട് മാത്ര. അവർക്ക് വിദേശ നാണ്യം വേണമെങ്കിൽ വിദേശ നാണ്യം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ധനം വാങ്ങണം, റിസർവ് ചെയ്യണം. ആ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് 2 കൊല്ലത്തിലുള്ള റിസർവ് ഉണ്ടാവണം, അല്ല 1 കൊല്ലത്തിലുള്ള റിസർവ് ഉണ്ടാവണം. പെട്രോളിനും ഡീസലിനും ഉപയോഗം കുറയ്ക്കണം നമ്മൾ കുറച്ച് നാളത്തേക്ക്, എന്നാലും റിസർവ് ഉണ്ടാവണം നമുക്ക്. ഈ റിസർവിന്റെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളായിട്ട് നമുക്ക് ഒടുക്കത്തെ ബന്ധങ്ങളായിരിക്കും, നല്ല ബന്ധങ്ങളായിരിക്കും. ഒടുക്കത്തെ 101 രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ മോദി സന്ദർശിച്ചിട്ടുള്ളൂ. ഇനിയും കിടക്കേണ്ട ഇഷ്ടംപോലെ സന്ദർശിക്കാൻ. സന്ദർശിക്കേണ്ട രാഷ്ട്രങ്ങളുടെ ആള് ചെയ്ത് നല്ലതാണോ തെറ്റാണോ എന്നല്ല. 2014 ശേഷം ഉണർവ് കാണുന്നുണ്ട്. ആ ഒരു മൂഡിലാണ് ഞാൻ നിൽക്കണേ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സമയത്തും ഇങ്ങനെയുള്ള സമയത്തും ഈ ക്യൂബ ഈ കോവിഡ് സമയത്ത് 5 വാക്സിൻ കാൻഡിഡേറ്റുകൾ വികസിപ്പിച്ചു. ചെഗുവേരയുണ്ടാക്കിയ വിപ്ലവത്തിന്റെ അറ്റം കിടക്കുന്നത് നന്മയിലാന്ന് തോന്നുന്നത്. ധർമ്മം ഉണ്ടെന്ന് ക്യൂബയ്ക്ക് അവിടെ എവിടെയോ. ഈ ഇടത് ഇതുകൂടെ നിങ്ങൾ ചിന്തിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് ക്യൂബയിലൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ക്യൂബ എവിടെയോ സൂപ്പറാണ്.
50ലധികം രാഷ്ട്രങ്ങൾക്ക് ക്യൂബൻ വാക്സിൻ പെട്ടെന്ന് എത്ര വലിയ ആൾക്കാരുണ്ടായിട്ടും പടപടന്ന് എത്തിച്ചു അവര്. ഇന്ത്യയും അതേപോലെ തന്നെ കട്ടക്ക് നിന്നു, ഇന്ത്യ വികസിപ്പിച്ചു. നമ്മളൊന്നും നിസ്സാരക്കാരല്ല. പിന്നെ പറഞ്ഞു അവരുടെ നല്ല നയം കാരണം അവിടുത്തെ ഹൈ ക്ലാസ് ഡോക്ടർമാർക്ക് ഇന്ത്യൻ രൂപ 7000 8000 രൂപയൊക്കെ ഉള്ളത് ഞാൻ എവിടെയോ വായിച്ചു. അപ്പൊ അങ്ങനെ ഓരോ സംസ്ഥാനത്തും പോയിട്ട് ഇഷ്ടംപോലെ ഡോക്ടർമാരുള്ള ഈ നാടും കൂടിയാണ്, ഡോക്ടർമാരുടെ കുടിയേറ്റം നടത്തുന്ന നാടും കൂടിയാണ് ക്യൂബ. അപ്പോ ഈ ബ്രസീലിന് മിക്കഡോറിനൊക്കെ ഈ അമേരിക്ക എല്ലാത്തിനും ഭീഷണിപ്പെടുത്താണ്. അപ്പൊ അവരെന്ന് ഒരു വലിയ മെഡിക്കൽ സംഘത്തിന്റെ ഒരു കുടിയേറ്റം അവർക്ക് വേണം, വേറെ ടീമുകൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലുള്ള മെഡിക്കൽ മാഫിയ ഭയങ്കര സംഭവമാണെങ്കിൽ ഈ ബാംഗ്ലൂരും അമേരിക്കയായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ അമേരിക്ക ഈ ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് പോയിട്ട് ബ്രസീലിനെയും മിക്കഡോറിനെയും ഭീഷണിപ്പെടുത്താണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഡോക്ടർമാരുടെ ജോലി പോയ ചരിത്രമുണ്ട് ക്യൂബയ്ക്ക്. പിന്നെ വൈദ്യുതി ഉൽപാദനം. ഈ വൈദ്യുതി ഉൽപാദനം ഞാൻ വിചാരിച്ച പോലെ വെള്ളത്തിൽ നിന്ന് മാത്രമല്ല എന്ന് പറഞ്ഞ് കേൾക്കണം. ഇപ്പോൾ അത് ക്യൂബ ക്രൂഡ് ഓയിൽ വേർതിരിക്കുമ്പോൾ അനുബന്ധ അസോസിയേറ്റഡ് ഗ്യാസും കൂടി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വാതകത്തിൽ നിന്നാണ് ക്യൂബ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കറണ്ട് ഉണ്ടാക്കാനും തൊട്ട് മുമ്പ് വരെ ഈ ജലം അല്ലാണ്ട് വേറെ സംഭവം കൊണ്ട് കറണ്ട് ഉണ്ടാക്കാം. അപ്പൊ ക്യൂബ നിസ്സാര സംഭവം എന്ന് പറയുന്നത്. പിന്നെ അമേരിക്കൻ ഉപരോധം ഉണ്ടായിട്ടും ക്യൂബയ്ക്ക് റഷ്യ, ചൈന, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ സഹായം ലഭിച്ചു. ഈ റഷ്യ, ചൈന, മെക്സിക്കോ. അപ്പൊ നമ്മൾ ഈ എവിടെയോ പണ്ട് നമ്മുടെ ഈ മാർക്സിന്റെ ലേഖനങ്ങളുടെ സമയത്തും ഈ റഷ്യയും ചൈനയായിട്ട് ഇന്ത്യയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സാമ്രാജ്യത്തെ ചെറുത്തുവൽപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു 5-6 നിരീക്ഷണങ്ങളുണ്ട് ഇതിനെ. അതായത് ഇവരൊക്കെ ഈ അക്ഷരം വരുന്നതിന് മുമ്പേ നമ്മുടെ മാക്സിമം ഇടത് വലത്തോട്ട് നമ്മുടെ രാജ്യത്തിന്റെ മുകളിലേക്ക് റഷ്യ വരെ പോകാൻ കുഴപ്പമില്ല, ചൈന ആയിട്ട് പോകാൻ കുഴപ്പമില്ല എന്നുള്ളത് ശരിയാണ്. എൻ്റെ നിരീക്ഷണം അനുസരിച്ച് ചൈനയായിട്ട് നമ്മൾക്ക് ബേസിക്കലി ഒരു പ്രശ്നമില്ല. ഇത് രാജ്യതന്ത്രമായിട്ട് ചൈനയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇന്ത്യ ചൈനയ്ക്ക് എവിടെയാ ലോകത്ത് എപ്പോഴും അപകടകരമായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മള് ഒരു പ്രത്യേക തരം ബന്ധമായിരുന്നു ചൈനയായിട്ട്. ഉള്ള സംസ്കാരം മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു വിഷയം അല്ലായിരുന്നു ചൈനയ്ക്ക്. അത് ഇന്ത്യൻ ചൈന മാത്രമല്ല ലോകത്തുണ്ടായിരുന്നുള്ളൂ. റഷ്യ ചൈനയായിട്ട് ഇന്ത്യ സഹകരിച്ച് നമ്മൾ നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഈ പറഞ്ഞ ഉപരോധങ്ങളൊന്നും ഇല്ലാണ്ടാക്കാന്നുള്ള ഒരു പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ മെക്സിക്കോ അത്യാവശ്യം നല്ല കൺട്രി ആണെന്ന് തോന്നുന്നു ഈ ക്യൂബയെ സഹായിച്ചത് വെച്ച് നോക്കുമ്പോൾ. അപ്പോ അതാണ് മെക്സിക്കോ, നമ്മുടെ ചൈന. അപ്പൊ ഈ ചൈനയുടെ പ്രശ്നം നമ്മുടെ ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ, അതായത് ലോകത്തിന്റെ ഏറ്റവും നല്ല ഈ സഞ്ചരിച്ച വൈശ്യന്മാരുടെ കുടിയേറ്റം, അല്ലെങ്കിൽ അവരുടെ നല്ല ലോകം, കച്ചവടത്തിന് നല്ല സമയം. അപ്പൊ അതിന് ഇവിടുന്ന് സാധനങ്ങൾ പോയിട്ടുള്ള ഗ്രാമങ്ങളാണ് ഇതിന്റെ അറ്റം ഇന്ത്യനെ സംബന്ധിച്ച്. അവരുടെ എന്നും പറഞ്ഞവർക്ക് ഗ്രാമങ്ങളിൽ ഒരു പ്രശ്നമില്ല, അവർക്ക് എന്നിട്ട് വേണ്ടത് നമുക്ക് സഹായം കൊടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ ഈ അതിർത്തിയുടെ ഗ്രാമങ്ങള് അവരിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് എന്താ പറയാ, നമ്മൾ ഉണ്ടാക്കിയ കൊണ്ടാണെങ്കിൽ ആ ഗ്രാമങ്ങൾ ഉണ്ടായത് തന്നെ അവിടെ നമ്മുടെ ധർമ്മങ്ങൾ ഉണ്ടായ ഗ്രാമങ്ങളായിരിക്കാം. പക്ഷെ അത് പോയി അവരത് കഴിവെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പിടിച്ച് വന്നു. അതാണ് സംഭവം. അപ്പൊ ഈ ചൈനീസ് ഗ്രാമങ്ങളിലുള്ള ഈ ചെറിയ ഈ വംശീയ വിദ്വേഷങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ചാൽ ചൈനയായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഒരു 5-10 കൊല്ലം മുമ്പ് മൊത്തത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണ്ടായ ഇടിവ് വെച്ച് നോക്കുമ്പോൾ ആ പാകിസ്ഥാൻ അങ്ങനത്തെ ഉള്ള മറ്റേ ടീമുകളുടെ കളികളിൽ ഈ ചൈനീസ് ഫണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ച കുറെ വാർത്തകളിൽ ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ. അത് ഒരു തെറ്റുപറ്റിയതായിരിക്കാം. പക്ഷെ ചൈനയായിട്ട് നമുക്ക് നല്ല ബന്ധം പുലർത്താം, റഷ്യയായിട്ടും, പിന്നെ മെക്സിക്കോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു പിന്നെ ഓട്ടോമേഷനെ കുറിച്ച് പറഞ്ഞു. അതിലേക്ക് എത്താം. ക്യൂബ 14 മിനിറ്റ്. പിന്നെയുള്ളത് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെ ഓരോ ചെറിയ സംഭാഷണങ്ങൾ.
നമ്മളിപ്പോൾ അധ്വാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും ഹിന്ദി നാടുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ അധ്വാനിക്കുന്നവരുടെ വേതനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂലധന ഉടമകൾക്ക് നഷ്ടം സംഭവിക്കുന്നത് കൊണ്ടല്ല. അത് നമ്മൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ വായിക്കണം. കോർപ്പറേറ്റ് ലാഭവിഹിതം ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഐഫോൺ നിർമ്മാതാക്കളെ ആപ്പിള് ലാഭത്തിന്റെ 58% കൊണ്ടുപോയിട്ട് 5.3 മാത്രമാണ് എംപ്ലോയീസിന് കൊടുത്തുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ എതിരായിട്ട് പറയുന്നത് ഷൂനെക്ക് കൊടുക്കുന്ന പരസ്യ ചെലവിനേക്കാൾ കുറവാണ്. അതല്ല അടുത്ത വിഷയം. പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയ ബേസിൽ മറ്റേ എന്താ പറയുക, ഈ സ്റ്റേജുകൾ അല്ലെങ്കിൽ പരസ്യം, നമ്മുടെ ഫാഷൻ ഷോ, അതിൻ്റെ ലോകത്ത് പല രീതിയിലും പലതും നടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേജസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതല്ല തെറ്റതിൻ്റെ. പക്ഷെ ആപ്പിളും അത് പറയാം, വിദേശ നിക്ഷേപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് മിച്ച മൂലധനം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എങ്ങനെ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അതിനുള്ള ഈ അടിമകള് ഭാരതത്തിൽ കിട്ടാനില്ല. ലോകത്ത് പലപ്പോഴും കിട്ടാനില്ല. അങ്ങനെ ഒരു ലോകം വന്നില്ല. കാശുണ്ട്, പക്ഷെ അടിമകളില്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. പല സ്ഥലത്തും ഒരു പ്രത്യേകതരം ധർമ്മം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ പോലെ യുദ്ധത്തിന് ഞാൻ തള്ളിക്കളയാത്തത്. പിന്നെ വികസിത രാഷ്ട്രങ്ങളിൽ വളർച്ചയുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതായത് രാജ്യത്തിന്റെ 1.5 ഇപ്പൊ നമ്മുടെ GDP ഉയർത്തുന്നത് പറഞ്ഞിട്ട് തുള്ളണ പോലെ രാജ്യത്തിന്റെ 1 to 5 കുറെ ആൾക്കാർ ബൂർഷകള് അവരുടെ ലോകം വളരും. അടിസ്ഥാനത്തില് അവിടെ കുറച്ച് നമ്മുടെ നല്ല വിദ്യാഭ്യാസം, നല്ല ജീവിതം സ്വപ്നം കണ്ടുപോയ ആൾക്കാർക്കൊക്കെ അവിടെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള നിലവാരമില്ല ഉണ്ടാവും. തെറ്റായ സാമ്പത്തിക ശാസ്ത്രം മൂലമുണ്ടായ ഒരു കാരണമാണത്, ഒരു അവസ്ഥയാണത്. പിന്നെ IT മേഖലയിൽ ഈ ഓട്ടോമേഷൻ പൂർണ്ണതയിലെത്തുമ്പോൾ 75% തൊഴിലുകളും അപ്രത്യക്ഷമെന്ന് പറയുന്നത് ഈ AI വെച്ച്. അതായത് ഇത് എന്തോ കൂട്ടിമുട്ടിക്കാണ് അവർ. മനുഷ്യന്റെ ആവശ്യമില്ല. എന്തോ ഒരു കോഡിങ് അതിന് ബേസ് ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ പിന്നെ 3-4 ബ്രാഞ്ചുകൾ പോലത്തെ ഒരു പൊസിഷൻ മതി എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുക എന്നുള്ളതൊക്കെ വളരെ എന്താ പറയാ, ഒരു നല്ല കാര്യങ്ങളല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മധ്യവർത്തി വിഭാഗത്തിന്റെ ഉയർച്ചയോ അവരെ തളർച്ചയോ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ഹൈന്ദവ തൊഴിലാളി വർഗം, ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മൂല്യം, ഇവരെങ്ങനെ അതായത് ഇത് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിലെ ഒരാൾ പോലും ഒരു അടിമ ചിന്തയുള്ള ഒരു ഭരണമോ നിയമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അടിമകളല്ല, മനുഷ്യന്മാരാണ്. മൃഗങ്ങളല്ല, മനുഷ്യന്മാരാണ്. അപ്പോ ഈ അറ്റത്ത് യാതൊരു വികസനവും ഇല്ലാണ്ട് ജീവിതം മുരടിച്ച് കിടക്കുന്നവരെ പോലെ ഉയർത്തി രാജ്യത്ത് ഉയർത്തുക, അതൊക്കെയാണ് നമ്മുടെ സിദ്ധാന്തം. അതിനെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ് സെഷൻ. അതായത് കൃത്യമായി എല്ലാ മേഖലയിലും ഉണ്ടാകാൻ പോണത് ഒരു 80% ജോലികൾ പോകുമ്പോൾ അവരുടെ ഇത് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അതൊരു ചെറിയ സെഷനായിട്ട് നമുക്ക് തോന്നും. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതൊരു വലിയ വാർത്തയാവില്ല. അതിനിടയിൽ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ടീമുകൾക്ക് കുറച്ച് അവസരം ഉണ്ടാക്കാൻ കൊടുക്കുക, അത് വലിയ വാർത്തയാക്കാനും പറ്റും. അതാണ് നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന ചിന്തയിലിരിക്കണം, ഓരോരുത്തരിക്കണം. അല്ലാണ്ട് നമുക്ക് ഒന്നും തള്ളി വന്നിട്ടില്ല ഇതുവരെ ആരും. നല്ല നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡുകളൊന്നും നടന്നിട്ടില്ല ഈ നാട്ടില്. ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. വേസ്റ്റേജ് തൊട്ട് അങ്ങട് അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും ജോലി വേണം. അടിമകളല്ല എന്ന രീതിയിൽ ഗവൺമെന്റും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ, ഒരു കോക്രോച്ച്
ഇന്ധനം വേഴ്സസ് വിദേശ നാണ്യം ഞാൻ പറഞ്ഞത് ഗംഭീര ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചവർ ശ്രദ്ധിക്കുക. ഓട്ടോമേഷൻ പിന്നെ അതൊക്കെ ഒരു പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ. അപ്പോൾ സോഷ്യലിസ്റ്റ് നടപ്പിൽ വരുത്താൻ നമുക്ക്